ഒരു വീട്ടില് ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകുന്നു. ഇപ്പൊ പ്രസവങ്ങള് അധികവും ആസ്പത്രികളിലാണ്. എന്റെ ബാല്യത്തില് എന്റെ അമ്മ വീട്ടിലല്ലാതെ ആസ്പത്രിയിൽ പോയി പ്രസവിച്ചിട്ട് ഇല്ല. 10 പേർക്ക് കിടക്കാവുന്ന ഒരു ആശുപത്രി പണിത കാലത്ത് ആ പണി നടക്കുമ്പോ എന്നോട് ഒരാൾ ചോദിച്ചാ 10 ആൾ ആരാ അവിടെ പോയി കിടക്കണത്? ഇപ്പൊ ആശുപത്രികൾ നടന്നു. എങ്കിലും വീട്ടിലൊരു പ്രസവം ഉണ്ടാവുമ്പോ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ബുദ്ധിയുള്ള രക്ഷാകർത്താക്കൾ ചെയ്യും. മകള് പ്രസവിക്കാൻ പോവാണ്, വിറകിന് ക്ഷാമം ഉണ്ടാവരുത്. ഇന്ന് ഗ്യാസാണ്. അപ്പൊ എന്ത് വെച്ചാൽ കുറച്ച് വിറക് വാങ്ങി ഇടും. നെല്ലിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, 2 ചാക്ക് നെല്ല് വാങ്ങിയിടും. ആ കുട്ടിയെ, നവജാത ശിശുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അനവധി കാര്യങ്ങൾ പ്രകൃതി ഇന്ന് ഒരുക്കങ്ങൾ ഉണ്ടാക്കും. പുതിയ കുട്ടിയാണ്, ഇനിയിപ്പോ ആസ്പത്രി കിടന്നാലും ആസ്പത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമല്ലോ. അതിനെ കൊതുകടിക്കരുത്. ഇത്രയും കഴിഞ്ഞ് ആ കുട്ടി വളരുമ്പോ ഇതൊക്കെ മുതിർന്നവർ ചെയ്തതാണ്. അതിനു മുമ്പ് പ്രകൃതി ഒരുങ്ങണ്ടേ? ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആഹാരം കൊടുക്കണമെങ്കിൽ ആ ആഹാരം പ്രകൃതി ഇപ്പൊ ഉണ്ടായി തുടങ്ങണ്ടേ? ഇത് നമ്മുടെ ആലോചനയിൽ വരണ്ടേ? 9 മാസം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഇവിടെ ജനിക്കാൻ പോണു. ആ കുട്ടി കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് നാം ഇവിടെ പറയുന്ന ഔഷധികൾ എന്ന് പറയുന്ന ചെടികളും വൃക്ഷങ്ങളും ഇപ്പൊ അതിന്റെ പ്രവർത്തനം നടക്കണ്ടേ? 10 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷിക്കാൻ പോകുന്ന ഒരു വസ്തു എന്താണെന്നുള്ളത്, മാങ്ങയാണ് ഭക്ഷിക്കുന്നെങ്കിൽ ഇത് കണ്ടറിഞ്ഞിട്ട് മാവ് അതുപോലെ ഉണ്ടാക്കില്ലേ മാങ്ങ? അന്നത്തെ ദിവസം രാവിലെയാണോ? അപ്പൊ നവജാത ശിശുവിനാണെങ്കിൽ ശരി, ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ഒരുക്കി തരുന്നത് നാം അന്നത്തിൽ നിന്നാണ് അവർ ജീവിക്കുക. ഔഷധികളിൽ നിന്നാണ് അന്നം ഉണ്ടാവുക. നമുക്ക് വേണ്ടി നമ്മുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജീവികളൊക്കെ ഉണ്ടായിരിക്കുന്നു. മനുഷ്യന്റെ ആവശ്യത്തിന് ഇനി മനുഷ്യക്കുട്ടി കൂടി ഇവിടെ ജനിച്ചാൽ ആ കുട്ടിക്ക് സുഖമാകത്തക്ക വിധം കാര്യങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ഒരു ചോദ്യമാണ്, ചിന്തിക്കാനായി ചില ചോദ്യങ്ങൾ ധന്യമേ ജീവിതത്തിൽ പറയുന്നു അല്ലാതെ ഈ പറയുന്നതൊക്കെ സത്യമാണോന്നും പറയുന്നില്ല, ശാസ്ത്രീയമാണോന്നും പറയുന്നില്ല. ഒരു ചോദ്യം, ഇവിടെ ഇപ്പോ അടുത്ത കൊല്ലം ജനുവരി ഒരു കുട്ടി ജനിക്കുകയാൽ നമ്മുടെ ആ കുട്ടിക്ക് വേണ്ടുന്ന അന്നം ഇവിടെ ഉണ്ടാകുന്നുള്ളതിൽ സംശയമുണ്ടോ? നമ്മൾ അറിയുന്നതിനേക്കാൾ പ്രകൃതി നിരീക്ഷിക്കില്ലേ? ഈ നിലയ്ക്ക് നിങ്ങൾക്ക് ഔഷധം എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വാതില് തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ ഏത് അവയവത്തിനാണോ അസുഖം ആ അവയവത്തിന്റെ രൂപത്തിൽ ഇവിടെ ഔഷധികളും അന്നവും ഉണ്ടായിട്ടുണ്ട്. ഏത് അവയവത്തിനാണ് അസുഖങ്ങൾ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം.
5 കാര്യത്തിന്റെയും തന്മാത്രാ രൂപത്തിൽ ഇവിടെ ചുറ്റും ഉണ്ട്. അപ്പൊ കുട്ടി ജനിച്ചത് എവിടെയാണ്? ആ കാലാവസ്ഥക്കനുസരിച്ചാണ് കുട്ടി ജനിക്കുക. ഇത് പറഞ്ഞ കാലത്ത് ഈ മനുഷ്യൻ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് യാത്ര ചെയ്യുന്നതൊക്കെ അപൂർവം ആയിരുന്നു. ആ ഗ്രാമം വിട്ട് എവിടേക്കും പോകാത്ത ആളുകളാണ് ഉണ്ടായിരുന്നത്. കാവില് വേല കുറിച്ചാൽ ആ വേല കഴിയുന്നവരെ അമ്പല പരിസരത്ത് താമസിക്കുന്ന തട്ടകം എന്നാണ് ആ വാക്ക് തന്നെ. തട്ടകം എന്ന് പറഞ്ഞാൽ തട്ടിന്റെ അകം. ക്ഷേത്രത്തില് ഒരു മൂർത്തി ഉണ്ടാവും. ആ മൂർത്തിയുടെ പ്രകാശധാവല്യം നിലനിൽക്കുന്ന സ്ഥലത്തെയാണ് തട്ടകം എന്ന് പറയുക. ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് വേണ്ടുന്ന എവിടെയുണ്ട്? നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഈ കാലം മാറി. കാലം മാറുമ്പോൾ ചിന്താഗതികൾ മാറും. ചില കാലത്ത് ശാസ്ത്രീയം എന്ന് പറഞ്ഞിട്ട് വളരെ പൊട്ടത്തരം നമ്മൾ പറയും. ഒന്നും ഇടണ്ടപ്പ അതിന്റെ കാല അതിനോട് ചെയ്തെന്ന് ഓർത്തു. ക്രമേണ ആശയങ്ങൾ മാറും. 50 കൊല്ലം മുമ്പത്തെ ചികിത്സാ രീതിയാണ് ഇപ്പോ? അല്ല. ഇപ്പോഴത്തെ ചികിത്സാ രീതി 50 കൊല്ലം കഴിഞ്ഞാൽ നിലനിൽക്കുമോ? ഇല്ല. വിദേശത്ത് പോയിട്ട് ചികിത്സിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്ഭുതകരമായി തോന്നിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി അച്യുത മേനോൻ വിദേശത്തേക്ക് ചികിത്സിക്കാൻ പോയ പത്രവാർത്തകൾ വായിക്കുന്ന കാലഘട്ടത്തിലാണ് DC ബുക്സിന്റെ അവാർഡ് ചാർട്ടയ്ക്ക് കിട്ടുന്നത്. അത് വാങ്ങാൻ ചെന്നപ്പോ ആ ചടങ്ങ് തുടങ്ങുന്നതിന്റെ കുറെ മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങളൊരു മുറിയിലായപ്പോ അത്ഭുതത്തോടുകൂടി ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഏറ്റവും മോഡേൺ ചികിത്സാ രീതി? അപ്പൊ അദ്ദേഹം പറഞ്ഞ വരി പറയാണ്, ഇത് കഴിഞ്ഞിട്ടാണ് എത്രയോ കൊല്ലം കഴിഞ്ഞു കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന മാറ്റമൊന്നുമല്ല. ഞാൻ വിചാരിച്ച് ഒരു ദിവസം 24 ഗുളിക, മേല് പുരട്ടാൻ കുറച്ച് മരുന്ന്, നാം വിചാരിക്കുന്ന രീതിയിലേ അല്ല ട്രീറ്റ്മെന്റ്. ഗുളിക വിഴുങ്ങലും, അന്ന് ടോണിക് എന്നോട് കാര്യം, ടോണിക് കഴിക്കുക. ഒരു 6 ഗുളിക എഴുതുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു 4 ടോണിക്കും എഴുതും. ടോണിക്കും മരുന്നാന്ന വിചാരം, കാരണം കുടിക്കാൻ ഉണ്ടാവുമല്ലോ. അവിടുന്നൊക്കെ മാറി. ഒരു ചികിത്സാ രീതിയെ പറ്റിയിട്ട് അത് അദ്ദേഹം പറഞ്ഞു തന്നെ, ആ രോഗം മാറുന്ന വൃക്ഷങ്ങളും പുഷ്പങ്ങളും ഉള്ള ഉദ്യാനത്തിൽ വെറുതെ പോയി താമസിക്കുകയാണ്. അന്ന് പറഞ്ഞതാ, ഉദ്യാനത്തിൽ പോയി താമസിക്കും. നമ്മക്ക് ഇവിടുത്തെ ഒരു കുട്ടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വിടുന്ന ഒരു കാര്യം ചെക്കോസ്ലോവാക്കിയ എന്ന് ഇറക്കുമതി ചെയ്യുക, ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന ഒരു നട്ട് അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ ആഹാരത്തിൽ ചേർക്കുക, ഒന്നും വേണ്ട. നമ്മുടെ ചുറ്റും ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മാവിലയും പ്ലാവിലയും തഴുതാമയും മുത്തുകളും തുളസിയും ചെറുളയും വലിയ ഔഷധങ്ങൾ ആണ്. കറിവേപ്പിന്റെ ഇല, വാഴയുടെ ഇല. എത്രയോ കൊല്ലമായിട്ട് ഞാൻ ഉണ്ടായി കഴിക്കുന്ന
പത്തിലാന്ന് ഞാനിട്ട പേരാണ്. 10-16 ഇലകളുണ്ട്. അതിൽ വാഴയുടെ ഇലയും വരും. വാഴയുടെ ഇല ഊണ് കഴിക്കുമ്പോ ചൂടോട് കൂടിയിട്ട് അതിൽ ചോറ് വിളമ്പോ ഒരു പ്രത്യേക ഗന്ധം വരാനുണ്ട്. സാധാരണഗതിയിൽ വാഴയുടെ ഇലയിൽ ചോറ് കഴിക്കലൊക്കെ നമ്മള് നിർത്തി. വാഴയുടെ ഇല മാത്രമല്ല, തെങ്ങിന്റെ ഓല, തെച്ചിയുടെ ഇല, നമ്മുടെ ചുറ്റും ധാരാളം സസ്യങ്ങളും പുഷ്പങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഇലയുടെയും ചേരുവ നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി ഒരു ഗുളിക വേണം. ആ ഗുളികയുടെ വസ്തുത ലോകത്ത് സമുദ്രത്തിന്റെ അപ്പുറത്ത് ഇന്ന രാജ്യത്താവൊന്നും പറയണോ, ചിന്തിക്കണോ? ഇതിന്റെ എല്ലാം ചേരുവ നമ്മുടെ വെള്ളത്തിൽ വരുന്നുണ്ട്. സൂക്ഷ്മതലത്തിലേക്ക് വന്നാൽ ഈ വ്യക്തി എവിടെ ജനിച്ചോ, ജനിച്ചോടത്തിൽ തന്നെ താമസിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വേറൊരു ദിവസം ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ അതൊക്കെ പറ്റുമോ എന്നല്ല, ഇവിടുന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തില് മാവിലെയും പ്ലാവിലെയും തെച്ചിടയിലെയും എല്ലാം ഉള്ളത് കൊണ്ടാണ് മൺകുടത്തിൽ വെച്ചിട്ടുള്ള ശുദ്ധജലം മണ്ണുമായിട്ട് ചേരുമ്പോൾ അത് ഔഷധമായിട്ട് വേണം കഴിക്കാൻ. വെള്ളം താഴ്ചയിട്ട് നിൽക്കാൻ വയ്യ, കുറച്ച് വെള്ളം എടുക്ക്, ഇല്ല. ഇത് പ്രകൃതി എനിക്ക് തന്ന ഔഷധം. എന്റെ എല്ലാ ലോകവും മാറും. ഈ ചിന്താഗതിയോടുകൂടി ജീവിക്കേണ്ടതും ഗുണം ചെയ്യില്ലേ എന്നാലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.